Hello. Welcome to market discussion of the day. Today, 13th February 2025, Thursday ആണ്. സോ ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 17-ാം തീയതി രാത്രി 7:30 10 മണിക്കുമായിട്ട് 2 ബാച്ചായിട്ടാണ് നമ്മുടെ മലയാളം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മണിക്കൂർ വെച്ചിട്ട് 2 ആഴ്ചത്തെ ക്ലാസ് ആയിരിക്കും. ഓക്കെ, രാത്രി 7:30 10 മണിക്കും. ഓക്കെ, സോ മാർക്കറ്റിൽ കയറണം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാരും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ. സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എന്തുകൊണ്ടാണ് മാറി നിൽക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് CPIയുടെ ന്യൂസാണ് ആയിരുന്നു അല്ലേ. CPIയുടെ ന്യൂസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ന്യൂസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, വലുതായ ഒരു ചേഞ്ചസ് ഒന്നും ഈ പറയുന്ന CPIയുടെ ന്യൂസിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. ഓക്കെ, സോ അപ്പോൾ അത് നമുക്ക് മാർക്കറ്റിനെ പക്ഷേ അത് എങ്ങനെ എഫക്റ്റ് ചെയ്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിനെ എത്രയാണ് ഇപ്പം മാർക്കറ്റ് ആ ഒരു ടൈമിൽ CPIയുടെ ഈ ഒരു ക്യാൻഡിലാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് മാർക്കറ്റ് നിന്നുകൊണ്ടിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2884 അടുത്താണ് ആ സമയത്ത് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അവിടുന്ന് ഒറ്റ ക്യാൻഡിൽ താപ്പോട്ട് പോയി 2863 ഓക്കെ, സോ പല ആൾക്കാരും അപ് ട്രെൻഡ് ആണ് എന്ന് മനസ്സിലാക്കി ബൈ ചെയ്തിട്ടുള്ള പല ആൾക്കാരും ആ സമയത്ത് അവർക്ക് ഉറപ്പായിട്ടും അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം ഇന്നലെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു 80 വെച്ച് ബൈ ചെയ്യാം, പക്ഷേ 70 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ന്യൂസിന് മുന്നേ ആയിട്ട് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു അല്ലേ. സോ പക്ഷേ ആ സമയത്ത് മാറി നിന്നിട്ട് പിന്നീട് ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാർക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്, അല്ലെങ്കിൽ ആ സമയത്ത് മാറി നിന്ന ആൾക്കാർ പല ആൾക്കാരും 60 അടുത്ത് വെച്ച് കിട്ടിയ സമയത്ത് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ന്യൂസിൻ്റെ സമയത്ത് അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും ചെയ്യരുത്. പക്ഷേ എന്നാലും ഒരു ലോവർ പോയിന്റിൽ കിട്ടി മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ചെറിയ ലോട്ടൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല അതിനെപ്പറ്റി എന്താ പറയേണ്ടതെന്ന്. ഓക്കെ, സോ നല്ല കാര്യം, പ്രോഫിറ്റിലായിരിക്കും അങ്ങനത്തുള്ള ആൾക്കാർ എന്തായാലും. സോ നമുക്ക് കമ്മിങ് ടു നമ്മളുടെ ഇതുകൊണ്ടിട്ടാണ് ആക്ച്വലി ഞാൻ ഒരു കാരണവശാലും നമ്മൾ മാർക്കറ്റിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ന്യൂസിൻ്റെ സമയത്ത് ട്രേഡ് ചെയ്യരുത് എന്ന് എടുത്ത് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഇന്ന് നമുക്ക് വേറെ എക്കണോമിക് കലണ്ടറിൽ ന്യൂസ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ടെക്നിക്കൽ ന്യൂസ് മാത്രമേ ഉള്ളൂ. ടെക്നിക്കൽ കൺസിഡർ ചെയ്ത് മാത്രം നമുക്ക് ട്രേഡ് ചെയ്യാവുന്ന ദിവസമാണ്. സോ നമുക്ക് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗോൾഡിനെ പറ്റി നോക്കുമ്പോൾ ഗോൾഡ് ഇന്നലെ ഈ പറയുന്ന ലോ പോയിട്ട് 2863 അടുത്ത് വരെ പോയിട്ട് തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ 2881 മുകളിൽ കയറി, 80 മുകളിൽ കയറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 80 എന്ന് പറയുന്നൊരു ഭയങ്കരമായൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് എന്താ പറയുക, 80 ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതിനുശേഷം മാർക്കറ്റ് മുകളിൽ പോയി ഇന്നലെ രാത്രിയിൽ തന്നെ 2900 മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചതും 2900 മുകളിലായിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ 905 ആ ഒരു ലെവലിലൊക്കെയാണ് മാർക്കറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് പോലും. ഓക്കെ, സോ അത് ഭയങ്കര ഒരു അപ് ട്രെൻഡ് ആണ് എന്നുള്ളൊരു സൂചനയായിരുന്നു. സോ അവിടുന്ന് പിന്നെ മാർക്കറ്റ് മുകളിൽ പോയി ഈ ഒരു സമയത്ത് നമുക്ക് യൂറോപ്പ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് 2923 വരെ മാർക്കറ്റിൻ്റെ ഷാഡോ പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2880 ടു 2930 വരെയൊക്കെയാണ് മാക്സിമം റേഞ്ച് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പെട്ടെന്നൊരു ക്യാൻഡിൽ ഒറ്റയടിക്ക് മുകളിലോട്ട് കയറിപ്പോയി 2942 വരെ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടിട്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല, കാരണം മാർക്കറ്റ് അത്രമാത്രം അപ് ട്രെൻഡ് ആണ്. കാരണം ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേൾഡിൽ നടക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും വന്ന് സെയിം കാര്യം പറയുന്നതിന് പകരം അത് അറിയണം എന്നുള്ള ആൾക്കാർക്ക് ഇന്നലത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ,
താരിഫ് ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചും ഗാസയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ. ജർമ്മനിയിൽ പുതിയ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, 22-ാം തീയതി ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. സോ അതൊക്കെ കാരണം നമുക്ക് ആക്ച്വലി എന്താ പറയുക, അതിനകത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്ന സമയത്ത് ആക്ച്വലി ഈ പറയുന്ന എന്താ പറയുക പ്രഷർ ഫുള്ള് ഗോൾഡിലോട്ട് ആവുന്നത് കൊണ്ടിട്ടാണ് ഗോൾഡ് അപ് ട്രെൻഡിൽ പോകുന്നത്. അപ്പം നമുക്ക് ഗോൾഡ് താഴോട്ട് വന്നാൽ ഗോൾഡ് നമുക്കൊരു 2880 ലെവലിൽ വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും നമുക്ക് ബൈ ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ 2900 വെച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കാരണം 2900 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ഇനി ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ 2900 വെച്ച് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അവിടുന്ന് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് അവിടുത്തെ ഉള്ളൊരു കുഴപ്പം. സ്റ്റോപ്പ് ലോസ് എവിടെ ഇടും? നമുക്ക് നല്ല സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ടൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടതെന്നുള്ളെങ്കിൽ 92-ന്റെ താഴെയായിട്ട് $2 $3 താഴെയായിട്ട് ഇട്ടാലും മതിയാവും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഇത് മാത്രമാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു കാരണവശാലും സെൽ സൈഡ് നിൽക്കരുത്. ഓക്കെ, ചിലപ്പോൾ ഗോൾഡ് എന്തെങ്കിലും ഒരു ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ US നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിനകത്ത് നിന്ന് ഒറ്റയടിക്ക് മുകളിലോട്ട് കയറി പോകാനുള്ള പോസിബിലിറ്റിയും തള്ളിക്കളഞ്ഞുകൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ USD JPY വരുമ്പം JPYയുടെ റേഞ്ച് നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ 153.50 to 154.80 വരെയാണ് ഇന്നത്തെ റേഞ്ച്. ഓക്കെ, സോ JBP ബേസിക്കലി അപ് ട്രെൻഡ് ആണ്. ഈ ഒരു ടൈമിൽ ഇവിടുന്ന് വാങ്ങാൻ പറയാമോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, 154 സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ പേഴ്സണലി ഒരു കാരണവശാലും ഞാൻ ഒരു ട്രേഡ് എടുക്കത്തില്ല. നമുക്ക് താഴെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. 152ന്റെ അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു ബെറ്റർ ബൈ പോയിന്റ് ആണ്. അത് മാത്രമാണ് ഇന്നത്തെ ദിവസത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ നടുക്ക് എനിക്കൊരു ട്രേഡ് എടുക്കാനായിട്ട് പറയാനായിട്ടുള്ളൊരു ധൈര്യം ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ 152ന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ JPY ബൈ ചെയ്യുക. സോ യൂറോയിലോട്ട് വരുമ്പം യൂറോ നമ്മൾ ഇന്നലെയൊക്കെ നല്ല അപ് ട്രെൻഡ് ആയിരുന്നു. 1.03320 ആ ലെവലിലോട്ടൊക്കെ നിൽക്കുകയായിരുന്നു. 1.03 ബൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 130 പിപ്പോളം ലാഭത്തിലാണ്. ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ $1300 പ്രോഫിറ്റിലാണ്. ഓക്കെ, സോ പ്രോഫിറ്റ് പാർഷ്യലി എങ്കിലും എടുത്ത് മാറുക. ഉറപ്പായിട്ടും 1.0500 റെസിസ്റ്റ് ചെയ്യും. അതിന് മുന്നേ ആയിട്ടെങ്കിലും മാറുക. അത് നിങ്ങളുടെ ഔചിത്യമാണ്. ഓക്കെ, സോ വീണ്ടും 1.0300 കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യുക. 1.0500 അവിടെ നിന്ന് നമുക്ക് സെല്ലും ചെയ്യാം. ഏതെങ്കിലും രണ്ട് മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ നമുക്ക് അവിടുന്ന് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. 1 hour ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തില്ല മുകളിലോട്ട് എങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ യൂറോയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ യൂറോ ബൈയും സെല്ലും ചെയ്യുന്നതിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ സെല്ല് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കിയാണ്. കാരണം വേറെ ഒന്നുമല്ല, എങ്ങാനും റഷ്യ ഉക്രൈൻ വാർ എങ്ങാനും ഒരു സീസ് ഫയറിലോട്ട് വന്നാൽ അതിൻ്റെ എല്ലാ ചാൻസസും പോസിബിലിറ്റീസും ഒക്കെ നമുക്ക് നമ്മുടെ കൺമുന്നിലുണ്ടല്ലേ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോ ഒക്കെ ഒറ്റയടിക്കായിരിക്കും മുകളിലോട്ട് പോകുന്നത്. ചിലപ്പോൾ ഒരു 1000 പിപ്പിൻ്റെയൊക്കെ മൂവ്മെൻ്റൊക്കെ യൂറോയിലൊക്കെ കാണാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കാരണം നമ്മൾ ഉറപ്പായിട്ടും 1.2500 നമ്മൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് സ്റ്റോപ്പ് ലോസ് ഇട്ട് ബൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBPയും നമ്മൾ ഇന്നലെ 1.2400 അവിടെ വെച്ച് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.2350 താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറഞ്ഞത്. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് 1100 പിപ്പിൻ്റെ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട്. അതായത് ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് $1100 110 പിപ്പിൻ്റെ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട്. $1100 പ്രോഫിറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്കറിയില്ല 1.2500 അത് റെസിസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ നമുക്കിത് കാത്തിരുന്ന് കാണാമെന്നുള്ളതാണ്. പക്ഷെ ഒരു ബെറ്റർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, യൂറോയും ഒരു കാരണവശാലും സെല്ലബിൾ പ്രോഡക്റ്റ് അല്ല. 1.2500 മുകളിലായിട്ട് 2-3 മാർക്കറ്റിൽ ഓപ്പണിങ്സിന് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അവിടുന്ന് ഒരു എന്താ പറയുക ബെറ്റർ ബൈ പോയിന്റ് ആണ് 1.2500 എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഇതാണ്, താഴെ എങ്ങാനും വീണ് കിട്ടിയാൽ 1.2400 അവിടെ വീണ് കിട്ടിയാൽ അവിടുന്ന് നല്ല രീതിയിൽ ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. റഷ്യ ഉക്രൈൻ വാർ സീസ്വയറിൽ വന്നാൽ ഉറപ്പായിട്ടും GBP മുകളിലോട്ട് പോകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു ലോങ്ങർ ടേമിൽ വേണമെങ്കിലും ബൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ബൈ ചെയ്തിടാം എന്നുള്ളൊരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരു കാരണവശാലും ഗോൾഡ്, GBP, യൂറോ ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ട്രെൻഡ് അപ്പാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സെൽ സൈഡിൽ നിൽക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. എങ്ങാനും സെൽ സൈഡ് നിങ്ങളുടെ യുക്തി അനുസരിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ചെയ്യുക എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.